എനിക്ക് പരീക്ഷ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയെന്നായി. ആൻസർ പേപ്പർ ടീച്ചർക്ക് കൊടുത്തിട്ട് വീട്ടിലേക്ക് ഓടി. ഏട്ടനും ഏച്ചും പഠിക്കൽ തന്നെ ഉണ്ട്. അമ്മൻ്റെ കയ്യിൽ കുപ്പായം നിറച്ച് പൊട്ടാറായൊരു കവറുണ്ട്. വേഗം കാലും മുഖവും കഴുകി മുടി വാർന്ന് കെട്ടി കുട്ടിക്കൂറ പൗഡറിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് ഓടി. അന്ന് വെളുത്തിട്ട് പാറുന്ന ക്രീമൊന്നുമില്ല. അല്ലമീനോ സാരഥിയോ ഏതെങ്കിലും ഒരു ബസ് വരും. മുന്നേ തന്നെ സീറ്റ് പിടിക്കണം, കാഴ്ചകളെല്ലാം കാണണം. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ചിന്ത. വല്ലാത്തൊരാഹ്ലാദമാണ് മാമൻ്റെ കൂടെ പോവാന്ന് പറഞ്ഞാൽ. നിരവധി അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ച നഗര കോഴിക്കോട്. കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്തായിരുന്നു ഞങ്ങളുടെ മാമൻ്റെ വീട്. സർവബോധവും നഷ്ടപ്പെട്ട് മായാലോകത്തിലെന്ന പോലെയാണ് എൻ്റെ യാത്ര. ബസ് ഗ്രാമം വിട്ട് നഗരത്തിലെത്തി. അന്ന് കല്ലായിപ്പുഴയ്ക്ക് നല്ല ഒഴുക്കുള്ള കാലമായിരുന്നു. കോടമ്പാക്കം സിനിമാ പ്രേമികളെ ആകർഷിക്കുന്ന പുഷ്പ തിയേറ്ററും കഴിഞ്ഞ് ആഡംബര വീടുകൾ മുതൽ തെരുവ് ഭക്ഷണശാലകൾ വരെ നഗരത്തിലുണ്ട്. മാറാട് കലാപകാലത്ത് അഴീക്കോടിൻ്റെ അലിയൊടുങ്ങാത്ത വാക്കുകൾക്ക് കൈയടിക്കാൻ പോലും മറന്നുപോയ കോഴിക്കോട്ടുകാരുടെ സ്വന്തം സാംസ്കാരിക വേദി ടൗൺ ഹാൾ. ഭക്ഷണകലയിൽ പേരുകേട്ട ഹോട്ടൽ പാരഗൺ. എല്ലാം പിന്നിട്ട് വണ്ടിപ്പേട്ടയിലെ വർത്തായ്ക്ക പീടികയുടെ മുന്നിൽ ബസ് ഇറങ്ങി. ഒറ്റ തൊടിയിൽ 2 വീടായിരുന്നു. മാവിൻ്റെ ചില്ലകൾ പടർന്ന് തണുപ്പുള്ള മുറ്റത്തേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോഴേ മനസ്സ് മയിലായി ആടും. അമ്മച്ചൻ ചാരുക്കസേരയിൽ കിടക്കുന്നത് ക്ലോസപ്പ് ഷോട്ടിൽ 70mm ഇപ്പോഴും കാഴ്ചയിലുണ്ട്. അമ്മച്ചൻ്റെ പേര് കണ്ണോള് ചോയ്ക്കുട്ടി എന്നായിരുന്നു. റെയിൽവേയിലായിരുന്നു. അന്നൊക്കെ കൽക്കരി വണ്ടിയാണ്. വണ്ടീൻ്റെ മുന്നിൽ ചാടാൻ വരുന്നവരെ ചൂടുവെള്ളം ഒഴിച്ച് ഓടിച്ച അമ്മച്ചൻ്റെ വീരസാഹസിക കഥകളൊക്കെ അമ്മ പറഞ്ഞു തരാറുണ്ട്. അച്ഛനും ആങ്ങളമാരും സർക്കാർ ഉദ്യോഗസ്ഥരാണെന്നുള്ളൊരു കുളൂസ് അമ്മയ്ക്കുണ്ടായിരുന്നു. അമ്മമ്മ 7 മക്കൾ പ്രസവിച്ചു. സ്വഭാവ വൈശിഷ്ട്യം കൊണ്ടും സൗന്ദര്യം കൊണ്ടും എന്നെ മോഹിപ്പിച്ച ഒരേ ഒരു നായിക എൻ്റെ അമ്മമ്മയായിരുന്നു കേട്ടോ. അമ്മമ്മ രാമരാമ എന്ന് ചൊല്ലുന്നതോ ദൈവത്തിൻ്റെ ഫോട്ടോൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല. പഴയ തലമുറ വിവേകം കൊണ്ടായിരുന്നു പ്രബുദ്ധരായത്. സ്നേഹവും നർമ്മവും സഹായവും ഇഴചേർന്നൊരു ജീവിതമായിരുന്നു ശാന്തിനിവാസിൽ. കസിൻസ് എല്ലാവരും എത്തിയിട്ടുണ്ട്. സിഞ്ചു, സുഡു, ദിവ്യ, ലോഷ്മ, സിനിമ, ബീച്ച്, ടൗൺ, ഇങ്ങനെ പല പ്ലാനും ഞങ്ങൾക്കുണ്ട്. കംലാൻഡ് എവിടേക്കും റെഡിയാണ്. അക്കച്ചിയുടെ കുഞ്ഞുവാവ് വെസ്റ്റിൽ ഗീതാ തിയേറ്ററിൽ നടന്നു പോയിട്ടാണ് ഞങ്ങൾ കണ്ടത്. അന്ന് നിരത്തുമ്പോൾ ഇത്ര വാഹനങ്ങളോ ജനസാഗരമോ ഒന്നും ഇല്ലായിരുന്നു. ആ വിജനതയിൽ ഞങ്ങൾ സൊറ പറഞ്ഞ് നടന്നത്. ചില ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ കൂടെ പോരും. ഈർച്ചപ്പൊടി കൊണ്ടുവരുന്നവർ, കൊട്ട നിറയെ മീനുമായിട്ട് റസാക്ക്, ഇങ്ങനെ പലരും കച്ചവടത്തിന് വരും. അവർ നാട്ടിലെ പല കാര്യങ്ങളും പറയും. മീനിൽ ഐസ് എടുക്കാൻ വേണ്ടി കൊട്ടയിൽ കൈയിട്ടാൽ അമ്മൂമ്മ സ്ട്രിക്റ്റായിട്ട് വോൺ ചെയ്യും. നിരത്തുമുള്ള പീഡിക്കാരൊക്കെ വെള്ളത്തിനായിട്ട് വരും. ജനങ്ങൾ പരസ്പരം സമാധാനപരമായൊരു സഹവർത്തിത്വം അന്നുണ്ടായിരുന്നു. മറ്റേ വീട്ടിൽ 2 സേലം മാവുണ്ടായിരുന്നു. വല്യമ്മയും മാവും തമ്മിൽ വല്ലാത്തൊരു ഹൃദയബന്ധം. മാവുകൾ കുടുംബാംഗങ്ങളായിട്ടാണ് വല്യമ്മ കണ്ടത്. ഉണ്ണിമാങ്ങ കൊഴിയാതിരിക്കാൻ മാവിൻ്റെ ചുവട്ടിൽ വെള്ളം ഒഴിക്കും. മാങ്ങ പഴുക്കാൻ തുടങ്ങിയാൽ അരവിമാമൻ മാവ് കീറും. പഴുത്ത മാങ്ങ നോക്കി പറിക്കും. മുണ്ടിൽ തുടച്ചിട്ട് മൂപ്പര് അവിടെ ഇരുന്ന് തന്നെ കഴിക്കും. പിന്നെ പറിക്കുന്നത് കഴുത്തും പൊക്കി മേലോട്ട് നോക്കി നിൽക്കുന്ന ഞങ്ങൾക്ക് എറിഞ്ഞു തരും. ശിവരാത്രിക്ക് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ കലാപരിപാടികൾ കാണാൻ പോകും. പുതിയമ്പലം എന്നാണ് ഞങ്ങൾ പറയുക. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ അമ്പലമാണ്. മാമൻ്റെ വീട്ടിലെല്ലാവരുടെയും കല്യാണം ഈ അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള സെൻറ്റിനറി ഹാളിൽ വെച്ചായിരുന്നു. അമ്പലത്തിന് പുറത്തുള്ള മൈതാനത്ത് ഞങ്ങളെല്ലാവരും ഇരിക്കും. ഒരിക്കൽ വില്ലടിച്ചാമ്പാട്ടുണ്ടായിരുന്നു. വില്ലടിച്ച് പാട്ടുപാടി കഥ പറയുന്നതാണ് വില്ലടിച്ചാമ്പാട്ട്. അന്ന് ഞങ്ങൾ വിശ്വസ്തനായ കീരിയുടെ കഥയാണ് കേട്ടത്. ഒരു ഞെട്ടലോട് മാത്രമേ ഞങ്ങൾക്ക് വിഷു ഓർക്കാൻ കഴിയുള്ളൂ. ആകാശത്ത് വർണ്ണക്കാഴ്ചകൾ തീർത്ത് ഞങ്ങൾ ആഘോഷിക്കുക. ഇടയ്ക്ക് ഏച്ചിക്കൊരു സ്റ്റാർ ആവല.
പേപ്പറിൽ പൊതിഞ്ഞ കയറ് പോലുള്ളൊരു പൂത്തിരി ഉണ്ടല്ലോ, അതെടുത്ത് കത്തിച്ച് ആദ്യം അവളൊന്ന് കറക്കി, പിന്നെ മേലോട്ടൊരേറ്. അത് പോയി വീണതോ വർക്ക്ഷോപ്പിൻ്റെ മേലെ. അവിടെ ആകെ മാവില കരിയിലയൊക്കെ വീണ് കിടക്കുക. കരിയിലയ്ക്ക് തീ പിടിച്ച്, തീ ആളിക്കത്താൻ തുടങ്ങി. ഞങ്ങളെല്ലാവരും പേടിച്ച് വിറച്ച്. പിന്നെ നാട്ടുകാരും എല്ലാവരും വർക്ക്ഷോപ്പിൽ നിന്ന് എല്ലാവരും ഓടി വന്ന് മാവിൻ്റെ മേലെ കയറി വെള്ളം ഒഴിച്ച് കെടുത്ത്. വർക്ക്ഷോപ്പിൻ്റെ മേലെ കൂടെ ഇലക്ട്രിക് ലൈനും പോകുന്നുണ്ട്. ഞാനപ്പോൾ റോമാനഗരം കത്തിച്ച നീറോ ചക്രവർത്തീനെയൊക്കെ ഒന്ന് ഓർത്തുപോയി. എന്നും ഞങ്ങളുടെ അഹങ്കാരവും അഭിമാനവും ഒക്കെയായിരുന്നു ഞങ്ങൾ മാമൻ്റെ വീട്. സുഡു പ്രൈമറിയിലെ ക്ലാസ്സിലെ ഫ്രണ്ടിനോട് എൻ്റെ മാമൻ്റെ കൂടെ ഐസ്ക്രീം കഴിക്കണ മരമുണ്ട് എന്നൊരു തള്ള്. ഈ അടുത്ത കാലത്ത് ഓള് സോഷ്യൽ മീഡിയയിൽ എത്ര കാലമായി ആ മരത്തിൻ്റെ വിത്ത് ഞാൻ ചോദിക്കണേ ഈ തന്നല്ലോ എന്നൊരു കമൻറ്റും. വീട് വൃത്തിയാക്കിയിട്ടിട്ട് ഇവിടെ വന്ന് ഗ്രില്ലും പിടിച്ച് അമ്മമ്മേൻ്റെ അടുത്ത് സൊറ പറഞ്ഞിരിക്കാനാ വല്യമ്മയ്ക്ക് ഇഷ്ടം. തെക്ക് നടക്കാവ് പോലീസ് സ്റ്റേഷൻ മുതൽ വടക്ക് ചക്കോർത്തുകുളം വരെ അവരുടെ ലോകം പരന്നങ്ങനെ കിടക്കും. ശാരദമ്മ, കല്യാണിയമ്മ, ദേവമ്മ, ഉണ്ണിത്തട്ട, മൂപ്പൻ, വക്കീൽ, ഇങ്ങനെ പലരും അവരുടെ സൊറയിൽ വന്നു പോകും. വളരെ പണ്ട്, ഇങ്ങനെ റോഡുകളില്ലാത്ത കാലത്ത്, ഗതാഗതത്തിന് കാളവണ്ടിയും കുതിരവണ്ടിയൊക്കെ ആയിരുന്നല്ലോ. അക്കാലത്ത് വണ്ടിക്കാർ തമ്പടിച്ചിരുന്ന താവളായതുകൊണ്ടാണ് ഇതിന് വണ്ടിപ്പേട്ട എന്ന് പേര് വന്നത്. അമ്മച്ചൻ്റെ അച്ഛൻ എഴുത്താശാനായിരുന്നു. അന്ന് വീട് അത്താണി എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. വീടിനോട് ചേർന്ന് എഴുത്തുപള്ളി ഉണ്ടായിരുന്നു. അന്ന് പലരും ഇവിടെ അന്തി ഉറങ്ങിയിട്ട് പുലർച്ചെ എഴുന്നേറ്റ് വരയ്ക്കൽ ബലിയിട്ട് തൊഴാൻ വേണ്ടി പോവുമായിരുന്നു. തോട്ടി, ചെട്ടിയാർ, അടുത്തോർ ഇങ്ങനെയൊക്കെ പേരിനൊപ്പം വരാറുണ്ടെങ്കിലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന സംഗതി ഇത്രത്തോളം പ്രചാരത്തിലില്ലായിരുന്നു എന്നാണ് ശാന്തിയൻ്റി പറഞ്ഞത്. അന്നൊക്കെ അവരെല്ലാവരും കൂടി നാട്ടുകാര്യങ്ങളൊക്കെ അടുക്കളപ്പുറത്തിരുന്ന് ചർച്ച ചെയ്യാറൊക്കെ ഉണ്ടും പോലെ. അതിനിടയിൽ ഞാൻ 4-ന്ന് 5ലേക്ക് ജയിച്ച്. അമ്മച്ചൻ ത്രിവേണിയിൽ നിന്ന് വാങ്ങിത്തന്ന പുസ്തകങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ മടക്കം വളരെ വ്യസനത്തോടെ. നഗരത്തിലെ മുഖ്യ ജലസ്രോതസ്സായ മാനാഞ്ചിറയും അലക്കുകാരുടെ കുത്തകയായ മുതലക്കുളം മൈതാനവും പിന്നിട്ട് ബസ് നീങ്ങി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇരുമ്പുപാലം, ഫറൂഖിൽ ഇരുമ്പുപാലം കഴിഞ്ഞ്. അന്ന് ഫറൂഖിൽ ബസ് സ്റ്റാൻഡ് വന്നിട്ടില്ല. കൃഷ്ണപ്രഭ ഹോട്ടലിനും പ്രീതി തിയേറ്ററിനും ഇടയിലൂടെ കടലുണ്ടി റോട്ടിലെ കയറ്റത്തിലേക്ക് ബസ് കയറുമ്പോഴേ വല്ലാത്തൊരു ശബ്ദം ഉണ്ടാവും. കയറ്റത്തിൽ കാലപ്പഴക്കം ചെന്നൊരു കെട്ടിടത്തിൽ ഒരു റേഷൻ പീടിയും ഉപ്പുചാക്കുകൾ നിറച്ചു വെച്ചൊരു ഗോഡൗണും കാണും. ഈ ജീർണിച്ച കാഴ്ചകളും ബസ് കയറ്റം കയറുമ്പോഴുള്ള അസുഖകരമായ ശബ്ദവും എന്നെ വല്ലാതെ അലോസരപ്പെടുത്തും. നഗരജീവിതത്തിൻ്റെ വെള്ളി വെളിച്ചത്തിൽ നിന്നും ഗ്രാമജീവിതത്തിൻ്റെ അസൗകര്യങ്ങളിലേക്ക് ഞങ്ങൾ നടന്നു പോകും. കാലങ്ങൾക്കിപ്പുറം റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് മാമൻ്റെ വീടിൻ്റെ മുൻഭാഗം കുറേ വിട്ടുകൊടുക്കേണ്ടി വന്നു. നഗരത്തിൽ നിന്ന് അല്പം മാറി തിരക്കില്ലാത്ത ഇടങ്ങളിലേക്ക് എല്ലാവരും താമസം മാറി. ഒരു കാലത്ത് ഈ പ്രപഞ്ചത്തിലെ ഇഷ്ടപ്പെട്ട ഇടം അതൊരു നിത്യസ്വർഗമായിരുന്നു. ഇപ്പോഴും ഞങ്ങൾക്ക് അവിടേക്ക് കയറി ചെല്ലാൻ കഴിയുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണെന്നല്ലേ, വണ്ടിപ്പേട്ടയിലെ ഇന്നത്തെ ബിസ്മി ഹൈപ്പർ മാർക്കറ്റായിരുന്നു അന്നത്തെ ഞങ്ങളുടെ സ്വർഗം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.